വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളെ അനുസരിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് വസിയത്ത് ചെയ്യുന്നു. നാം എല്ലാവരും വണ്ടിയിൽ യാത്ര ചെയ്യുന്നവരാണ്, വാഹനം ഓടിക്കുന്നവരുമാണ്. വണ്ടിയിൽ യാത്ര ചെയ്യുകയും വാഹനം ഓടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ബൈക്കാവട്ടെ കാറാവട്ടെ ഹെൽമെറ്റ് ധരിക്കണം എന്ന് ഗവൺമെൻറ് നിർദ്ദേശം വെക്കുന്നതായി കാണാം. കാറിൽ യാത്ര ചെയ്യുമ്പോൾ സീറ്റ് ബെൽറ്റ് ധരിക്കണം. നമ്മൾ ചിന്തിച്ച് നോക്കുമ്പോൾ ഈ സീറ്റ് ബെൽറ്റും ഹെൽമെറ്റുമൊക്കെ എന്തിനാണ് ഒരു മനുഷ്യൻ ഉപയോഗിക്കുന്നത് എന്നതിൻ്റെ ഉത്തരം അവൻ്റെ തല ആക്സിഡൻ്റ് ആകുമ്പോൾ വീഴുമ്പോഴൊക്കെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. തല അടിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അപകടങ്ങൾ വലിയ അപകടങ്ങളാണ്. കാറിൽ സീറ്റ് ബെൽറ്റും അതുപോലെ തന്നെയാണ്. ഒരു അപകടമുണ്ടാകുമ്പോൾ, കൂട്ടിയിടി ഉണ്ടാകുമ്പോൾ തല ചെന്ന് കാറിൻ്റെ ചില്ലിലോ ഡാഷ്ബോർഡിലോ അടിച്ച് പരിക്കുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സീറ്റ് ബെൽറ്റുകൾ ധരിക്കാൻ വേണ്ടി പറയുന്നത്. ഒരു മനുഷ്യൻ എന്ന ജീവിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവമാണ് നമ്മുടെ ഹെഡ്, തല. ഈ തല സൂക്ഷിക്കണം എന്നതുകൊണ്ടാണ് ഏത് വാഹനത്തിലിരിക്കുമ്പോഴും ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ മനുഷ്യരോട് അധികാരികൾ കൽപ്പിക്കുന്നത്. ഈ തലയുടെ പ്രത്യേകത, ഈ തലച്ചോറിനെക്കുറിച്ചും തലയെക്കുറിച്ചുമൊക്കെ ചിന്തിച്ചാൽ ഇന്നും ശാസ്ത്രലോകത്തിന് മുന്നിൽ ഒരു വലിയ പ്രഹേളികയായിട്ട് നിൽക്കുകയാണ് തലച്ചോറ്. എന്താണ് ഇതിനുള്ളിൽ സംഭവിക്കുന്നതെന്നോ ആ തലച്ചോറിനകത്തുണ്ടാകുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിനോ ഒന്നും ഇപ്പോഴും ശാസ്ത്രം വികസിച്ചിട്ടില്ല. നിങ്ങൾ ഈ അടുത്ത് വാർത്തയിൽ വായിച്ചത് ഒരു 9 മാസം പ്രായമുള്ളൊരു കുഞ്ഞിനെ കുറിച്ചാണ്. ആ കുഞ്ഞിൻ്റെ അവയവങ്ങൾ 4 കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ദാനം ചെയ്തു. ആ കുട്ടിക്ക് സംഭവിച്ചത് ബ്രെയിൻ ഡെത്താണ്. തലച്ചോറ് മരിച്ചു എന്നാണ് ആ കുഞ്ഞിനെക്കുറിച്ച് പറയുക. ബ്രെയിൻ ഡെത്ത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ ശരീരത്തിലെ മറ്റ് അവയവങ്ങളെല്ലാം കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നു. ആ കുട്ടിയുടെ കിഡ്നിയും ഹൃദയവും എല്ലാം പ്രവർത്തിക്കുന്നു. പക്ഷേ കുട്ടിയുടെ തലച്ചോറ് മരിച്ചിരിക്കുന്നു. ഇനി ആ കുട്ടി ജീവിച്ചിരിക്കില്ല. അങ്ങനെയാണ് ആ കുട്ടിയുടെ മറ്റ് അവയവങ്ങളെല്ലാം എടുത്ത് ആ കുട്ടിയെ മരണത്തിന് വിട്ടുകൊടുക്കുന്നത്. അപ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കുന്നത്, ഈ തലച്ചോറ് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവമാണ്. റിപ്പയർ ചെയ്യാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള അവയവം. ശരീരത്തിൽ എവിടെയും നമുക്കൊരു പ്രശ്നമുണ്ടായാൽ, ഒരു ക്യാൻസർ ബാധിച്ചാൽ, ഒരു മുഴ വന്നാൽ അത് നീക്കം ചെയ്യാൻ ഇന്ന് ശാസ്ത്രത്തിന് കഴിയും, മെഡിക്കൽ സയൻസിന് കഴിയും. പക്ഷേ തലച്ചോറിനകത്തുണ്ടാകുന്ന ട്യൂമറുകളെ തലച്ചോറ് ഓപ്പറേഷൻ നടത്തിയിട്ട് എടുത്തു മാറ്റാൻ ഇന്നും ശാസ്ത്രലോകത്തിന് കഴിയാതെ പോകുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിലൊന്നാണ് മനുഷ്യൻ്റെ തലച്ചോറ്. ഞാൻ ഈ തലച്ചോറിനെ കുറിച്ച് പറയാനുള്ളൊരു കാരണം, ഈ തലച്ചോറിനകത്ത് 2 കാര്യങ്ങളുണ്ട്. ഒന്ന് ബുദ്ധി, 2 ചിന്ത. ഈ 2 കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുക. ഒന്ന് ബുദ്ധിയാണ്, രണ്ടാമത്തെ ചിന്തയാണ്. ബുദ്ധിയും ചിന്തയും ഇരിക്കുന്ന ഇരിപ്പിടമാണ് നമ്മുടെ തലച്ചോറ്. ഈ ബുദ്ധിയും ചിന്തയും തമ്മിലുള്ള ബന്ധം എന്താ? നമ്മൾ ആലോചിച്ചാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും. ബുദ്ധിയുണ്ട്, ചിന്ത പോയി. ബുദ്ധി വേറെയും ചിന്ത വേറെയുമാണ്. ഈ 2 കാര്യവും ഒന്നിനോട് ചേർന്ന് നിൽക്കുന്നു. ഒന്നുകൂടി വൃത്തിയായിട്ട് പറഞ്ഞാൽ, ബുദ്ധിയെ കുത്തി നിർത്തുന്ന നാട്ടയാണ് ചിന്ത. നാട്ട എന്ന് പറഞ്ഞാൽ പഴയ ആൾക്കാർക്കൊക്കെ മനസ്സിലാവും. സപ്പോർട്ട് എന്നാണ് അർത്ഥം, ഒരു താങ്ങ് എന്നാണ് അർത്ഥം. വാഴ കൊലയ്ക്കുമ്പോൾ അത് വീഴാതിരിക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്നൊരു താങ്ങ്, അതാണ് നാട്ട. നാട്ട കുത്തിയിട്ടാണ്, താങ്ങ് കൊടുത്തിട്ടാണ്, സപ്പോർട്ട് കൊടുത്തിട്ടാണ് വാഴയെ നിലനിർത്തുക. അപ്പോഴാണ് കാറ്റിൽ ആ വാഴ വീണു പോവാതെ നമുക്കതിൻ്റെ ഫലം കിട്ടുക. ആ ബുദ്ധിയെ താങ്ങി നിർത്തുന്ന ഒരു സപ്പോർട്ടിൻ്റെ പേരാണ് ചിന്ത. നോക്കൂ നിങ്ങൾ, നമ്മുടെ മനുഷ്യൻ ഉണ്ടായ കാലം മുതൽ തന്നെ പല ചിന്താധാരകളും നമ്മുടെ കൂടെയുണ്ട്. മനുഷ്യൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ, മനുഷ്യനെക്കുറിച്ച് പഠിക്കുമ്പോൾ, ആന്ത്രോപോളജിസ്റ്റുകളൊക്കെ മനുഷ്യനെക്കുറിച്ച് അറിയുമ്പോഴൊക്കെ മനുഷ്യൻ്റെ കൂടെയുള്ളൊരു സാധനമാണ് ഫിലോസഫി. അതിൻ്റെ മലയാളം തത്വചിന്ത എന്നാണ്. ലോകത്ത് അറിയപ്പെടുന്ന തത്വചിന്തകരുണ്ടായിട്ടുണ്ട്. അവർ ഗ്രീക്ക് ഫിലോസഫേഴ്സിനൊക്കെ, തത്വചിന്തകരൊക്കെ നിങ്ങൾക്ക് അറിയാം. പ്ലാറ്റോ, സോക്രട്ടീസ് എന്നൊക്കെ പറയുന്ന വലിയ വലിയ തത്വചിന്തകരുണ്ട്. തത്വചിന്ത എന്നതൊരു ചിന്തയാണ്. ഒരു കാര്യത്തെ വിടാതെ പിന്തുടരുന്നതിൻ്റെ പേരാണ് തത്വചിന്ത. വിടാതെ ഒരു ചിന്തയെ പിന്തുടരുക. അപ്പോൾ എന്തെങ്കിലും ഒരു കൺക്ലൂഷനിലേക്ക് ഒരു ചിന്ത എത്തിച്ചേരും. അതിനെയാണ് നമ്മൾ തത്വചിന്ത എന്ന് പറയുക. നോക്കൂ, മറ്റൊരു വാക്കാണ് ചിന്താധാരകൾ എന്ന്. ലോകത്ത് ഒരുപാട് ചിന്താധാരകളുണ്ട്. ചിന്താധാരകൾ എന്നതിൻ്റെ
ഒരു നല്ല വാക്ക്, ചിന്തിച്ച് പോകുന്ന കുറേ ആളുകൾ, ഒരു പ്രത്യേക ചിന്താധാര, ധാര എന്ന് പറഞ്ഞാൽ ഒഴുക്ക് എന്നാണ് അർത്ഥം, ചിന്താധാരകളുണ്ട്. മാർക്സിസം എന്നത് ഒരു ചിന്താധാരയാണ്, ഫെമിനിസം മറ്റൊരു ചിന്താധാരയാണ്, ലിബറലിസം ഒരു ചിന്താധാരയാണ്. നോക്കൂ നിങ്ങൾ, ഇവർക്കെല്ലാം ബുദ്ധിയുണ്ട്, പക്ഷെ ചിന്തയിലാണ് പ്രശ്നം. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറയുന്ന കാര്യം ഏകദേശം മനസ്സിലായിട്ടുണ്ടാകും. ബുദ്ധിയുണ്ട്, പക്ഷെ ചിന്തയിലാണ് പ്രശ്നം. ദൈവമില്ല എന്നവർ ചിന്തിക്കുന്നു, കൺട്രോൾ വേണ്ട എന്നവർ ചിന്തിക്കുന്നു, എന്തു തോന്നിയാസവും നമുക്ക് ചെയ്യാം എന്നവർ ചിന്തിക്കുന്നു, ഈ മനുഷ്യൻ ഇവിടെ ജീവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു ലോകമില്ല എന്നവർ ചിന്തിക്കുന്നു. ബുദ്ധിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇല്ല, ബുദ്ധി നല്ല ബുദ്ധിയാണ്, പക്ഷേ അവരിങ്ങനെ ചിന്തിക്കുന്നു. നോക്കൂ നിങ്ങൾ, അതിനെയാണ് നമ്മൾ ചിന്താധാരകൾ എന്ന് പറയുക. അപ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കുന്നത് എന്താ? നമുക്ക് മനസ്സിലാക്കുന്നത് ബുദ്ധി, ഒരാൾക്ക് ബുദ്ധിയുണ്ട്, അയാളുടെ ചിന്ത മാറിപ്പോയാൽ ആ മനുഷ്യൻ മാറിപ്പോകുമെന്നർത്ഥം. അപ്പോൾ ബുദ്ധിയുള്ള മനുഷ്യരാണ് ചിന്തകൾ മാറിയിട്ട് മറ്റു വഴികളിലേക്ക് നടക്കുക. അതിൻ്റെ പേരാണ് ചിന്താധാരകൾ എന്ന്. ഇനി മറ്റൊരു വാക്ക് കൂടി പറഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവും. അതിൻ്റെ പേരാണ് ചിന്താഗതി. നമ്മളങ്ങനെ ഉപയോഗിക്കാറുണ്ട് വാക്ക് ചിന്താഗതി. എൻ്റെ ചിന്താഗതിയും എൻ്റെ ഭാര്യയുടെ ചിന്താഗതിയും തമ്മിൽ വ്യത്യാസമുണ്ട്, നമ്മളെപ്പോഴും പറയാറുണ്ട്. എൻ്റെ ചിന്താഗതിയും എൻ്റെ ഉപ്പാൻ്റെ ചിന്താഗതിയും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ചിന്താഗതി എന്നത് ഒരു മനുഷ്യൻ ചിന്തിക്കുന്ന ഒരു റൂട്ടിൻ്റെ പേരാണ്. ഇപ്പം എന്താ നമുക്ക് മനസ്സിലാവുക? അപ്പോൾ ബുദ്ധിയും ചിന്തയും കൃത്യമായിട്ട് നിലനിന്നാൽ മാത്രമേ ഒരു മനുഷ്യന് കൃത്യമായി മനുഷ്യനായി ജീവിക്കാൻ കഴിയൂ. നോക്കൂ, സ്വന്തം മക്കളെ ലൈംഗികമായിട്ട് ഉപയോഗിക്കാമെന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. അതാണ് LGBTQIA++ ഒക്കെ നമ്മൾ ഒരുപാട് കേട്ടതാണ്. സഹോദരന്മാർക്ക് തമ്മിൽ ലൈംഗികമായിട്ട് ജീവിക്കാമെന്ന് പറയുന്നവരുണ്ട്, ശവത്തെ ഭോഗിക്കണമെന്ന് പറയുന്നവരുണ്ട്. ഇതൊക്കെ അവരുടെ ചിന്താഗതിയാണ്. അമേരിക്കയെ പിടിച്ചു കുലുക്കുന്നത് വലിയൊരു ഫയലാണ്. മരിച്ചുപോയ ആത്മഹത്യ ചെയ്യപ്പെട്ടൊരു മനുഷ്യൻ, അദ്ദേഹം നടത്തിയ ധാരാളം കാമകേളികളെക്കുറിച്ചും അദ്ദേഹം ചെറിയ കുട്ടികളെപ്പോലും ലൈംഗികമായിട്ട് ഒരു ദ്വീപിൽ കൊണ്ടുപോയിട്ട് ഉപയോഗിച്ചുവെന്നൊക്കെ ഒരു മനുഷ്യന് കേൾക്കാൻ കഴിയാത്ത അത്രയും വൃത്തികെട്ട കഥകളൊക്കെ നമ്മൾ കേൾക്കുകയാണ്. അയാൾ എന്താ അങ്ങനെ എന്ന ചോദ്യത്തിന് ഉത്തരം അയാൾക്ക് ബുദ്ധിയുണ്ട്, അയാളുടെ ചിന്തയാണ് തെറ്റിപ്പോയത് എന്നാണ്. നമ്മൾ ഇങ്ങനെയൊക്കെ നമ്മൾ ആലോചിക്കുമ്പോൾ, നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇത് രണ്ടും വളരെ പ്രധാനമാണ്. പരിശുദ്ധ ഖുർആൻ ധാരാളമായി ഖുർആനിൽ ചോദിച്ച ഒരു ചോദ്യം നിങ്ങൾക്ക് ബുദ്ധിയില്ലേ എന്നതല്ല, ചിന്തിക്കുന്നില്ലേ എന്നതാണ്. അപ്പോൾ ബുദ്ധി എന്നത് ആ ബുദ്ധിയെ താങ്ങി നിർത്തുന്ന നാട്ടയാണ്, സപ്പോർട്ടാണ് ചിന്ത എന്നതാണ് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്. ആ ചിന്തയാണ് മാറിപ്പോവാതെ നാം സൂക്ഷിക്കേണ്ടത്. നമ്മൾ കാണുന്ന കാഴ്ചപ്പാടുകളും നമ്മുടെ വായനയും നമ്മൾ കേൾക്കുന്നതും നാം കാണുന്ന റീൽസും ഷോർട്സും നമ്മുടെ ഇൻസ്റ്റഗ്രാമും എല്ലാം ഒരു മനുഷ്യൻ്റെ ചിന്തയെ കൃത്യമായിട്ട് മാറ്റിക്കളയും. ബുദ്ധി ഉണ്ടാകും, അവൻ്റെ ചിന്തയെ മാറ്റിക്കളയും. ആ ചിന്തയെ മാറ്റിക്കളയുന്ന കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുക എന്നത് പ്രധാനമാണ്. ചില പണ്ഡിതന്മാരൊക്കെ അഭിപ്രായപ്പെടുന്നത് കേൾക്കാം, ഈ നാസ്തികരായിട്ടുള്ള ആളുകളുടെ ദൈവമില്ല എന്ന് പറയുന്ന ഈ വീഡിയോ ക്ലിപ്പുകളും ഓഡിയോകളും ക്ലാസ്സുകളും ഒന്നും നിങ്ങൾ അത്രയ്ക്ക് ഒരു പണ്ഡിതനല്ല എങ്കിൽ നിങ്ങൾ കേൾക്കരുത് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. നിങ്ങളത് കേൾക്കരുത്, കേട്ടാൽ നിങ്ങൾക്ക് വസ്വാസം ഉണ്ടാവും. കാരണം എപ്പോഴും മനുഷ്യൻ്റെ ചിന്ത മാറാം, ഏത് സമയത്തും ചിന്ത മാറാം. എനിക്ക് പരിചയമുള്ള ധാരാളം കുട്ടികളുണ്ട്, മുതിർന്നവരുണ്ട്, നല്ല മുസ്ലിമായി കഴിഞ്ഞ റമദാൻ മാസത്തിലൊക്കെ പള്ളിയിലൊക്കെ വന്നിട്ട് ഈ റമദാൻ മാസം എത്തിയപ്പോഴേക്ക് മതമില്ല, ദൈവമില്ല, ഇതൊക്കെ വെറുതെ പറയാണ് എന്ന് ചിന്തിച്ച് ആ ചിന്തയിലൂടെ പോയ ആളുകളുണ്ട്. നോക്കൂ, മനുഷ്യൻ്റെ ചിന്ത ഏറ്റവും പ്രധാനമാണ്. ഖുർആൻ ചോദിക്കുന്ന ചോദ്യം അതുകൊണ്ടാണ്, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്നതാണ്. അള്ളാഹ് ചോദിക്കുന്ന ചോദ്യം അതാണ്, ആരാണ് നിങ്ങൾക്ക് മഴ തന്നത്? ആരാണ് നിങ്ങൾക്ക് ഈ മഴ വർഷിപ്പിച്ചത്? നാം അത് തന്നില്ലെങ്കിൽ ആര് തരും? അള്ളാഹ് അങ്ങനെ ചോദിക്കുകയാണ് ചോദ്യം, മനുഷ്യൻ ചിന്തിക്കാൻ വേണ്ടിയിട്ട്. ആരാണ് ഈ ഭൂമിയിൽ പുതഞ്ഞു കിടന്ന വിത്തുകളെ മുളപ്പിച്ചത്? ആരാണ് അതിൽ ഫലലതാദികൾ ഉണ്ടാക്കിയത്? ആരാണ് നിങ്ങൾക്ക് ഭക്ഷണം തന്നത്? നാം ഇത് തന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ആര് തരുവിടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഒരു ഇൻ്റർനെറ്റ് വഴിയും ഒരു അരിമണി പോലും ഡൗൺലോഡ് ചെയ്യാൻ പറ്റില്ല എന്ന് നമുക്കറിയാം. എത്ര വികസിച്ചിട്ടും കാര്യമില്ല. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എങ്ങനെ വളർന്നിട്ടും കാര്യമില്ല. ഇൻ്റർനെറ്റ് പോയിട്ട് ഫോണിൽ ചെന്നിട്ട് നമുക്കൊരു അരിമണി ഡൗൺലോഡ് ചെയ്യാൻ കഴിയില്ല. അത് നട്ടു നനച്ച് വളർത്തണം. പടച്ചവൻ ചോദിക്കുന്ന ചോദ്യം അതാണ്, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ എന്ന്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയുടെ കൂടെ ചേർക്കേണ്ട ഒരു പ്രധാന സാധനമാണ് നമ്മുടെ ചിന്ത തെറ്റിപ്പോവാതെ കൃത്യമായ ഒരു ഇസ്ലാമികമായ ചിന്തയിലൂടെ മുന്നോട്ട് പോയി
ഇതുപോലെ പോയിട്ട് മരിച്ച് സ്വർഗം കിട്ടുന്നവരുടെ കൂടെ ഉൾപ്പെടണമേ എന്ന ചിന്ത കൂടി നമുക്കുണ്ടാവണം. അതുകൊണ്ട് ബുദ്ധിയുണ്ട് എന്ന് കരുതിയാൽ മാത്രം പോരാ, മാറാത്ത ചിന്തയെക്കുറിച്ച് കൂടി എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ചിന്തിക്കണം. ആ ചിന്ത മാറിപ്പോവാതെ കൃത്യമായ ഒരു ഇസ്ലാമിക ചിന്തയോടെ മുന്നോട്ട് പോയി സ്വർഗം നേടുന്നവരുടെ കൂടെ റബ്ബ് സുബ്ഹാനഹു വ തആല നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വാഹിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.